സംഗീതത്തിന്റെ മഹത്തായ ബാലപാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തിട്ട് ലോകത്തിന്റെ വേദികൾ കീഴടക്കാൻ പോലും പറ്റാവുന്ന തരത്തിൽ അവരെ വളർത്തിയെടുത്തത് ഈ മുതുകാട് സാറാണ്. അവര് വേദികളിൽ നിന്ന് വേദികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരുടെ പെർഫോമൻസിന് വേണ്ടി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തിരുന്നു ഇവിടത്തേക്ക്. പക്ഷെ അവർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അവരുടെ പ്രോഗ്രാംസ് ഒക്കെ അധികം അങ്ങനെ കട്ട് ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ടു ജപ്പാനിലും UK-യിലും അബുദാബിയിലും ഷാർജയിലും സൗദിയിലും ഒക്കെ അവർ പോയിട്ട് നമ്മൾ ആലോചിച്ച ഒരു വീട്ടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടിയിരുന്ന കുറെ കുട്ടികളെ ലോകം കാണിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതിൽ പരം എന്ത് സന്തോഷം നമുക്കുള്ളതല്ലേ. അതിനവരെ പ്രേരിപ്പിച്ചത് സ്കിൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. പാട്ട് പാടാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമുക്ക് പോലും ചെയ്യാൻ കഴിയാത്ത മാജിക്കുകളാണ് ആ കുട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷന് മുതുകാട് സാറിനെ തന്നെ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും. It's actually a blessing to have him on this dais this day, on this wonderful day, you know. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. എൻ്റെ മുമ്പിലിരിക്കുന്ന വിസ്മയഭരിതമായ കണ്ണുകളുമായിരിക്കുന്ന യുവാക്കളോടും യുവതികളോടുമാണ് എൻ്റെ ചോദ്യം. നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത്? നമ്മൾ എന്താണ് കേൾക്കുന്നത്? നമ്മൾ എന്തിലേക്കാണോ നോക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എന്തിലേക്കാണോ കാത്തു കൂർപ്പിക്കുന്നത് അതാണ് നമ്മൾ കേൾക്കുന്നത്. മാജിക് എന്ന ലോകത്ത് ജീവിക്കുന്ന കാലത്ത് ഞാൻ കണ്ടതും കേട്ടതും മുഴുവൻ ഇന്ദ്രജാല സ്പർശമുള്ള കാര്യങ്ങളായിരുന്നു. മറ്റു മജീഷ്യൻസിന്റെ മാജിക് ഷോസ്, ജാലവിദ്യയ്ക്ക് വേണ്ടിയിട്ട് വേദിയിൽ അണിയാൻ സാധിക്കുന്ന കോസ്റ്റ്യൂംസ്, മാജിക്കിന് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ, ഇതായിരുന്നു എൻ്റെ കാഴ്ചകളിൽ മുഴുവൻ നടക്കുന്നത്. 2.5 വർഷമായി ഇന്ദ്രജാലം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഇന്ന് ഭിന്നശേഷിയുള്ള കുട്ടികളോടൊപ്പം ജീവിക്കുന്ന സമയത്ത് ഈ കുട്ടികളെ പ്രോജ്വലരാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും. ഇപ്പൊ എൻ്റെ കണ്ണിൽ ഇന്ദ്രജാലം ഇല്ല. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മൾ എന്തിലേക്കാണ് നോക്കുന്നത്? ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു തുടങ്ങാം. റാബിയ എന്ന് പറയുന്ന ബോധോദയം നേടിയ ഒരു വനിതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റാബിയ വളരെ പാവപ്പെട്ട ഒരു കുടിലായിരുന്നു താമസിക്കുന്നത്. ഒരു ദിവസം റാബിയ വീടിന്റെ പുറത്തുള്ള ഉണങ്ങിയ ഇലകൾ വീണ് കിടക്കുന്ന ആ പ്രദേശത്ത് എന്തോ പരതിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴി പോകുന്ന ആളുകളെല്ലാം റാബിയുടെ കൂടെ കൂട്ടുകൂടി. എന്താണ് തിരയുന്നതെന്ന് അറിയാതെ അവരും റാബിയോടൊപ്പം തിരയാൻ വേണ്ടി കൂടി. വൈകുന്നേരമായി, സൂര്യൻ അസ്തമിക്കാനായി. ഒരാൾ ചോദിച്ചു റാബിയോട്, റാബിയ ഒന്ന് പറയാമോ, എന്താണ് ഈ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? റാബിയ പറഞ്ഞു, ഞാൻ എൻ്റെ സൂചിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പറഞ്ഞു, സൂര്യൻ അസ്തമിക്കാനായി റാബിയ, ഇനി ഇരുട്ടാവും, ഒന്ന് പറയാമോ, സൂചി എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. റാബിയ പറഞ്ഞു, ഞാൻ എൻ്റെ കുടിലിനകത്ത് തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവിടെയാണ് സൂചി നഷ്ടപ്പെട്ടത് എന്ന്. എല്ലാവരും തെരച്ചിൽ നിർത്തി. റാബിയോട് പറഞ്ഞു, റാബി എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? കുടിലിനകത്ത് പോയ സൂചി എങ്ങനെയാണ് ഈ പുറത്തന്വേഷിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക ചോദിച്ചു. റാബി പറഞ്ഞു, ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. എല്ലാവരും പുറത്താണ് അന്വേഷിക്കുന്നത്. അവനവൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് ഓരോരുത്തരും തിരിച്ചറിയാതെ പോകുന്നു എന്ന് പറയുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളോട് സ്കിൽ ഏജ് എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്,
നിങ്ങളിൽ എന്താണ് ഉറങ്ങിക്കിടക്കുന്നത് എന്നറിയാൻ നിങ്ങൾ പുറത്തല്ല നോക്കേണ്ടത്, നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ അകത്താണ്. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ സമൂഹം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അധ്യാപകർ നമ്മളോട് പല രീതിയിൽ നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്, നമ്മളെ അടുക്കി വെച്ചുകൊണ്ട്, തടഞ്ഞു വെച്ചുകൊണ്ട് പലപ്പോഴും നമ്മളല്ലാതാവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് ഈ ലോകത്തുള്ള ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥിതിയുടെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഫോർജി ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഒരു 33 ചെറുപ്പക്കാർ അബ്ദുൽ കലാമിനോട് ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിന്റെ ലോകത്ത് കത്തി നിൽക്കുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഉണർന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ കലാമിനോട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, സർ, ഞാൻ താങ്കളോട് ചോദിക്കുന്നത് ഇതാണ്, താങ്കൾ എന്നോട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാൻ ധാരാളം ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. താങ്കൾ എന്നോട് സ്വപ്നം കാണുന്നുണ്ട്, ഞാൻ രാത്രിയും പകലും സ്വപ്നം കാണുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ സ്വപ്നത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് അബ്ദുൽ കലാം പറഞ്ഞ ഉത്തരം 3 വാക്കുകൾ മാത്രമാണ്. ആ വാക്കുകൾ ഇതായിരുന്നു: യു ആർ യുണീക്ക്. നീ ആണ് എന്ന് തിരിച്ചറിയുക. നീ സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, നീ മറ്റൊരാളല്ല, നീയാണ് എന്ന് തിരിച്ചറിയുക. ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് എല്ലാം വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ കൈരേഖ ഇതുപോലെ കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ എത്രയോ ആളുകൾ വന്നു പോയെങ്കിലും ഇനി വരാനിരിക്കുന്നുവെങ്കിലും ഈ കൈരേഖ എനിക്ക് മാത്രം സ്വന്തമാണ്. നമ്മുടെ എല്ലാവരുടെയും കണ്ണിന്റെ കൃഷ്ണമണിയുടെ ഘടന വ്യത്യസ്തമാണ്, ഒരാളുടേത് പോലെ മറ്റൊരാളുടേതില്ല. പക്ഷേ നമ്മുടെ സമൂഹം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മറ്റൊരാളാവാൻ വേണ്ടി നമ്മളോട് പറയുന്നു, മറ്റൊരാളെ പോലെ ആയിത്തീരാൻ വേണ്ടി നമ്മളോട് പറയുന്നു, മറ്റൊരാളെ പോലെ പഠിക്കുവാൻ വേണ്ടി നമ്മളോട് പറയുന്നു, മറ്റൊരാൾക്ക് ഗണിതശാസ്ത്രത്തിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിനക്കെന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് മാതാപിതാക്കൾ ചോദിക്കുന്നു. ഇവിടെ നമ്മളല്ലാതാക്കാൻ വേണ്ടി സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കേട്ട ഏറ്റവും വലിയ മനോഹരമായ ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് ടാബുല റാസ എന്നതാണ്. ടാബുല റാസ എന്ന് പറയുന്നത് ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരു ഫിലോസഫറുടെ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള, മനഃശാസ്ത്രജ്ഞന്റെ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു ഫിലോസഫറുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള അതിമനോഹരമായ വാക്കാണ് ടാബുല റാസ. ടാബുല റാസ എന്ന വാക്കിന്റെ അർത്ഥം ബ്ലാക്ക് സ്ലേറ്റ് എന്നാണ്, ഒഴിഞ്ഞ സ്ലേറ്റ് എന്നാണ്. ഈ സ്ലേറ്റിനകത്ത് സമൂഹം വരയ്ക്കുന്ന, അധ്യാപകർ വരയ്ക്കുന്ന, ഈ ലോകം വരയ്ക്കുന്ന വരകളും കുറികളും ചിത്രപ്പടങ്ങളുമാണ് നമ്മളാക്കി തീർക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളെ കേൾക്കുക. അവിടെയാണ് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക. ഒരു ചെറിയ തമാശ കഥ ഞാൻ നിങ്ങളോട് പറയാം. ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലമാണ്. ഈ അനുകരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അനന്തമായിട്ട് നീണ്ടു കഴിഞ്ഞാൽ ഒരു തരം ഭ്രാന്തായിട്ട് മാറും, അല്ലെ? ചിലർ മോഹൻലാലിനെ പോലെ നടക്കും, ചിലർ ദാസേട്ടനെ പോലെ വേഷം കെട്ടി നടക്കും, അതുപോലെ ശബ്ദമുണ്ടാക്കി പാട്ട് പാടും. മറ്റൊരാളെ അനുകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അമിതമായിട്ട് തുടർന്നു കഴിഞ്ഞാൽ ഒരു തരം ഭ്രാന്തായിട്ട് മാറും. ഒരാള് ആ കാലത്ത് നെഹ്റുവിനെ ധാരാളമായിട്ട് അനുകരിച്ച് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം നെഹ്റു മാറ്റി പോകും. രാവിലെ കഴിഞ്ഞാൽ ഒരു പരിങ്ങൽപ്പൂ കോട്ടിന്റെ പോക്കറ്റിൽ വയ്ക്കും. അതിനുശേഷം നെഹ്റുവിനെ പോലെ സംസാരിക്കും, വീടിന്റെ മുറ്റത്ത് ദേശീയ പതാക ഉയർത്തും. ഇങ്ങനെയുള്ള ഒരു തരത്തിൽ സൃഷ്ടികൾ നടന്ന സമയത്ത് നെഹ്റുവിനെ പോലെ അദ്ദേഹത്തിന് ഒരു ഭ്രാന്തായി മാറി. വീട്ടുകാരെ കൊണ്ടുപോയി ഒരു ഭ്രാന്താസ്പത്രിയിൽ അടച്ചു. 3 വർഷം അത് കിടന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം നോക്കിയായി. പക്ഷേ ആ കാലത്താണ് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആ ഭ്രാന്താസ്പത്രിയിൽ വരാൻ ഒരു പ്ലാൻ ഇട്ടത്. അപ്പോ ഈ ഭ്രാന്താസ്പത്രിയുടെ അധികൃതർക്ക് തോന്നി നല്ല ചാൻസ് ആണ്, ഈ മനുഷ്യനെ കൂടി മോചിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് നെഹ്റുവിനെ കൊണ്ട് ഇത് തുറന്നു കൊടുക്കാൻ വിചാരിച്ചു. നെഹ്റു വന്നു, അവിടുത്തെ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞു. നെഹ്റുവിനോട് അവർ റിക്വസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഒരു ഭ്രാന്തനുണ്ട്, 3 വർഷമായിട്ട് ഇവിടെ കിടക്കുകയാണ്, അദ്ദേഹം ഓക്കെയാണ്, അദ്ദേഹത്തെ കൂടി ഒന്ന് തുറന്നു വിടണമെന്ന് പറഞ്ഞു. നെഹ്റു വന്നു. അതിനുശേഷം ഗ്രില്ല് ഓപ്പൺ ചെയ്തു. ഇദ്ദേഹം പുറത്തു വന്നതിന് ശേഷം നെഹ്റുവിനോട് ആദ്യത്തെ ചോദ്യം, എന്താ പേര് ചോദിച്ചു. നെഹ്റു പറഞ്ഞു, ജവഹർലാൽ നെഹ്റു. എന്ത് ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രിയാണ്. ഉടനെ മനുഷ്യൻ പറഞ്ഞു, ഒരു 3 വർഷം ഇവിടെ കിടന്നാൽ മതി, ഓക്കെ ആയിക്കോളും. എന്താ സംഭവം? അനുകരണം, അല്ലെ? അനുകരണം ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് നമ്മളല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ സ്കിൽ എന്ന് എഴുതിയതിന്റെ നടുവിലേക്ക് നോക്കി, ക്യാൻ യു സീ ഐദർ? കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഒരു തലയുണ്ട്, അല്ലെ? ഇതാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. ഞാനാണ് എന്നുള്ള ബോധം ഉണ്ടാവുക.
ഞാൻ യുണീക്കാണ് എന്നുള്ള ബോധമുണ്ടാവുക. ഓരോ ദിവസവും എണീറ്റ് കഴിഞ്ഞാൽ കണ്ണാടിയിലേക്ക് നോക്കി ആദ്യം നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറയണം, ഐ ആം യുണീക്ക്. ഞാൻ വ്യത്യസ്തനാണ്, ഞാനാണ്, ഞാൻ മറ്റൊരാളല്ല, എനിക്ക് എന്റേതായിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കേണ്ടത് നിങ്ങളുടെ സ്കിൽ എന്താണ് എന്ന് കണ്ടെത്തുക. അവിടെ നിങ്ങളുടെ വിദ്യാഭ്യാസം ഒന്നുമല്ല പ്രധാനം, നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങളിലുള്ള കഴിവുകളെ നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മക്കളെ, ഞാൻ ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു ജോലിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല. മാജിക്കിനെ പ്രണയിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, മാജിക്കിന് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, തെരുവിൽ മാത്രം ജാലവിദ്യക്കാർ മാജിക് കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത്, കവളമുക്കട്ട എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്നൊരു കന്നുകൂട്ടുകാരനായ മകനെ ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കോപ്പും ഇല്ലാത്ത കാലത്ത് മാജിക്കിനെ പ്രണയിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. 10ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് മാജിക് അവതരിപ്പിക്കുമ്പോൾ 2 മാജിക് അവതരിപ്പിച്ചു, 2 മാജിക്കും പൊളിഞ്ഞു പോയൊരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ പറഞ്ഞു, അച്ഛന്റെ മടിയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് മാജിക്കിനെ പറ്റില്ല എന്ന് സ്വയം ഞാൻ വിധി എഴുതിയപ്പോൾ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, സോക്രട്ടീസ് പറഞ്ഞതിനേക്കാൾ, പ്ലേറ്റോ പറഞ്ഞതിനേക്കാൾ, അരിസ്റ്റോട്ടിൽ പറഞ്ഞതിനേക്കാൾ മഹത്തായ വാക്യം വിദ്യാഭ്യാസമില്ലാത്ത എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കുട്ടിയെ, വിജയത്തിൽ നിന്ന് ഒരു പാഠം പഠിക്കാൻ പറ്റില്ലടാ, പരാജയത്തിൽ നിന്ന് മാത്രമേ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കൂ എന്ന്. എനിക്ക് മക്കളോട് പറയാനുള്ളത് അതാണ്. നിങ്ങൾ പുതിയ പുതിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ, പുതിയ സ്കില്ലുകൾ നിങ്ങളുടേതായിട്ട് നിങ്ങൾ കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും പരാജയം ഉണ്ടാവും. ആ പരാജയത്തിലേക്ക് നോക്കി നിങ്ങൾ പറയണം, പറ്റില്ല, ഞാൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. അങ്ങനെ മാജിക്കിന്റെ രംഗത്തേക്ക് വന്നൊരു വ്യക്തിയാണ് ഞാൻ. കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും അതിൽ നിന്ന് നമ്മളെ അറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രണയം എന്താണോ ആ പ്രണയം നിങ്ങൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ കേൾക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തിന്റെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്ന കാലത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയിൽ അതേ പ്രണയത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ ധർമ്മം, ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ജീവിതത്തിന്റെ വിജയം? ജീവിതത്തിന്റെ വിജയം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോകത്ത്, മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലോകത്ത് അതേ പ്രണയത്തോടുകൂടി ജീവിതത്തിന്റെ അവസാനം വരെ ജീവിക്കാൻ സാധിച്ചിരുന്നില്ല. അതാണ് ജീവിതത്തിന്റെ സഫലത എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ മാജിക് അവസാനിപ്പിച്ചു. പക്ഷേ ഇന്ന് ഓട്ടിസം ബാധിച്ച, നേരത്തെ പറഞ്ഞതുപോലെ സെറിബ്രൽ പാൾസി ബാധിച്ച ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആ കുട്ടികളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെയാണ് അന്വേഷിക്കേണ്ടത്. നോക്കൂ, ഇപ്പൊ ഞങ്ങൾ ജപ്പാനിൽ പോയി പറഞ്ഞ പോലെ വിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടി 2017 എന്റെ അടുത്തേക്ക് വന്ന ഒരു മകൻ, സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാജിക് ഇതുവരെ കാണാത്തൊരു കുട്ടി. അവൻ എന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു സാധനം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചെടുത്ത് പൊട്ടിച്ചിരുന്ന കുട്ടി, ഒരിക്കലും മടക്കിയിരുത്താൻ സാധിക്കാതിരുന്നൊരു കുട്ടി. ആ കുട്ടിയുടെ സ്കിൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അവനെ ഡെവലപ്പ് ചെയ്തപ്പോ ഇന്ന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഹൗഡിങ് എസ്കേപ്പ് എന്ന് പറയുന്ന ലോക്കുകൾ അഴിക്കുന്ന മാജിക്കുകൾ ചെയ്യാൻ വേണ്ടി അവൻ പ്രാപ്തനായി. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നത്തിനെ പറ്റി കൈമറയ്ക്കും വായിലേക്ക് പോവില്ല. പക്ഷെ ഇപ്പോൾ വലിയ മാജിക് കാണിക്കുന്ന സമയത്ത് അവന് തെറ്റില്ല. അവന്റെ അപാരമായ കഴിവുകൾ കണ്ടെത്തി ജപ്പാനിൽ നിന്ന് പ്രൊഫസർ വന്ന് അവനെയും കൂട്ടി ജപ്പാനിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. 110 വർഷം പഴക്കമുള്ള സോഫിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പ്രൗഢഗംഭീരമായ വേദിയിൽ ആ കുട്ടി അവന്റെ ജാഗ്രതകൾ അവതരിപ്പിച്ചു. 3 പാനലിസ്റ്റുകൾ അവനെ വിലയിരുത്തി, അവനെ സംസാരിച്ചു. അവൻ വന്ന സമയത്തുള്ള അവന്റെ ബ്രെയിനിന്റെ അസസ്മെന്റ് കടലാസുകൾ എടുത്ത് നോക്കി, ശാസ്ത്രീയമായിട്ടുള്ള അവന്റെ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് കണ്ടെത്തി സ്റ്റേജിൽ വെച്ച് അവന് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തു. ഇത് അക്ഷരം എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത, സംസാരിക്കാൻ അറിയാത്ത ഒരു കുട്ടി, സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടി ജപ്പാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു അംഗീകാരം നേടി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല? അപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ നമുക്ക് ആശയങ്ങൾ ഉണ്ടാവും. നമ്മൾ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ലുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞങ്ങൾ അവിടെ പോയ സമയത്ത് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ ചിന്തകളിൽ ഇതുവരെ കടന്നു വരാത്തൊരു കാര്യമാണ്. ഒരു ഹോട്ടൽ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന റോബോട്ട്സാണ്. ആരുടെ ബ്രെയിനിൽ വന്ന ആശയമാണ് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓർഡർ എടുക്കുന്ന റോബോട്ട്സാണ്. പക്ഷേ ഇതിന്റെ പിന്നിലൊരു വല്ലാത്ത ഒരു, എന്താ പറയാ, മാനവികത ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏതൊക്കെയോ വീടുകളിൽ കിടക്കുന്ന, ബെഡ് റിഡനായിട്ട് കിടക്കുന്ന, ഒട്ടും വയ്യാത്ത ആ കുട്ടികൾക്ക്
ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരുടെ ഒരു ബ്രെയിനിൽ ഒരു ജലാശയം ചെന്ന് കഴിഞ്ഞാൽ റോബോട്ട്സ് നമ്മളോട് ചോദിക്കും യു ആർ ഫ്രം, അപ്പൊ നമുക്ക് പറയാം ഐ ആം ഫ്രം ഇന്ത്യ. അപ്പൊ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് ഈ സംസാരിക്കുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ബെഡിൽ കിടക്കുന്ന ഒരു രോഗിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ റോബോട്ടിന് നമ്മളെ കാണാം, നമുക്ക് നമ്മൾ അങ്ങോട്ട് സംസാരിക്കാം. കാര്യങ്ങളെല്ലാം സംസാരിച്ചു വാട്ട് നമ്മൾ പറയുന്നു ഐ വാണ്ട് എ കോഫി ആൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ടേബിൾ നമ്പർ ഈസ് 86 ടേബിളിൽ ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു റോബോട്ടുണ്ട്. ആ റോബോട്ടിന് മുമ്പ് ഒരു ഐപാഡ് ഉണ്ട്, അവിടെയും ഒരാളുടെ ചിത്രമുണ്ട്. അപ്പൊ നമ്മളോട് പറയും സി ഐ എം ഫ്രം ടോക്കിയോ, മൈ നെയിം ഈസ് ദിസ് വൺ, ഐ എം എ സെറിബ്രൽ പാൾസി അഫക്റ്റഡ് പേഴ്സൺ, ഐ എം ടോട്ടലി bedridden, but I am so proud to talk to you. So, അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം എ മജീഷ്യൻ, ഐ എം ഫ്രം ഇന്ത്യ. ഓ യു ക്യാൻ യു ഷോ എ മാജിക് ചോദിച്ചിട്ടോട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഈ പേപ്പർ നാപ്കിൻ എടുത്തിട്ട് ഞാൻ ആ റോബോട്ടിന്റെ മുമ്പിൽ, റോബോട്ടിന്റെ കണ്ണൊക്കെ ഉണ്ട്, എൻ്റെ മുമ്പിൽ മാജിക് കാണിച്ചു. ഈ മാജിക് കാണിച്ച സമയത്ത് ഇറ്റ്സ് അമേസിംഗ് പറഞ്ഞുകൊണ്ട് അതിന്റെ ഈ കൈ ഇങ്ങനെ കുത്തി അടിച്ചു, അതിന്റെ എക്സ്പ്രസ് ചെയ്യാനുള്ളത് തലയൊക്കെ തല കാണിച്ചു. അപ്പൊ ആരാണ്? ആ വീട്ടിൽ കിടക്കുന്ന ഒരു രോഗിയാണ്. ഉടനെ തന്നെ മറ്റൊരു റോബോട്ട് ഒരു ട്രെയിനായിട്ട് ഫുഡ് നേരെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഫുഡ് ഞങ്ങൾ എടുത്തു വെച്ചു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഹൗ ആർ യു, സംസാരിച്ചു. ഇത് വേറൊരാളാണ്. ഈ കിട്ടുന്ന പൈസ മുഴുവൻ ആ നിമിഷം തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പോവാണ്. വാട്ട് ആൻ ഇമാജിനേഷൻ! എന്തൊരു സങ്കല്പമാണ്! അപ്പോൾ ഇതെല്ലാം മനുഷ്യന് കണ്ടെത്തിയ ആശയങ്ങളാണ്. ഞാൻ പറയുന്നത് ഇവിടെയുള്ള ഇത്രയും യൂത്ത് മനോഹരമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതിമനോഹരമാണ്. ഇതാണ് ഭാവന എന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടന്റ് ദാൻ നോളജ്. നോളജ് ഈസ് ലിമിറ്റഡ്, ഇമാജിനേഷൻ എൻസർക്കിൾസ് ദി വേൾഡ്. അല്ലേ? ഇത് അറിവല്ല, ഇത് വിജ്ഞാനമല്ല, ഇത് അതിനേക്കാൾ അപ്പുറം ഭാവനയാണ്, വിവേകമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഒരു സങ്കല്പം, സ്കിൽ ഏജ് എന്ന് പറയുന്ന ഈ സങ്കല്പത്തിലൂടെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ഭാവനകളും നിങ്ങളുടെ മുമ്പിൽ നിറഞ്ഞിരിക്കുന്ന ക്യാൻവാസുകളിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ബ്രഷും പെയിന്റും ഉപയോഗിച്ചുകൊണ്ട് എന്തും നിങ്ങൾക്ക് വരയ്ക്കാം. ഒരു നിയന്ത്രണവുമില്ല. ആ വരയ്ക്കേണ്ടത് എന്ത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് അതിനുള്ള സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുക. നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള ചിന്തകൾ എന്റെ സ്വന്തം ജില്ലയിൽ നിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരട്ടെ എന്നാണ് എന്റെയും സ്വപ്നം. തീർച്ചയായിട്ടും സ്കിൽ എൻഗേജ്, പരിധികളില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ആശയങ്ങളിലേക്ക് നടന്നെടുക്കാൻ പോവുകയാണ്. ഇന്ന് ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ സാധിച്ചതിലുള്ള സൗഭാഗ്യവും സന്തോഷവും അറിയിക്കുന്നു. എൻ്റെ ഒരൊറ്റ വിഷമം എന്ന് പറയുന്നത് നമ്മുടെ മുനവറലി തങ്ങൾ ഇവിടെ ഇല്ലാതെ പോയി എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ രാവിലെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം അദ്ദേഹം ഇന്ന് അദ്ദേഹത്തെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇല്ലാതെ പോയി. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സ്കിൽ ഏജിന്റെയും കൂടി ഒരു കൂട്ടുകാരനാണെന്ന് തോന്നുന്നു UK-യിലുള്ള നമ്മുടെ ഷാൻ എന്ന് പറയുന്ന സുഹൃത്ത്. ഷാൻ മേടിച്ചു തന്ന ഷർട്ടാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്നത്. അത് ഷാനിനോടുള്ള ഒരു ആദരം കൂടിയായിട്ടാണ് ഞാൻ സൂചിക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം സ്കിൽ ഏജിന്റെ ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ സാധിച്ചത്. നിങ്ങൾക്ക് യൂത്തിന് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം കൂടി വേണമെങ്കിൽ ഞാൻ തരാം. ഒരു 5 മിനിറ്റോ ഓക്കെ, ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സോ ഐ എം ഹാപ്പി ടു ആൻസർ ദാറ്റ്. Sorry for the delay. I'm actually waiting for the result of the winners of this award. Mr. Ishaq, our director, is also here. Please come to the stage. And മുതുകാട് സാറിന്റെ സ്പീച്ച് നമുക്ക് കുറേ നേരം എത്ര കേട്ടിരുന്നാലും മതി വരില്ല അല്ലെ? നല്ല ശബ്ദം, നല്ല ചിരി, ഭയങ്കര പ്രസന്നതയുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മെസ്സേജസും ആണ്. നമുക്കിത് ഡെയിലി വുഡ് യു ലൈക്ക് ടു ഗെറ്റ് ഹിസ് മെസ്സേജ് എവറി ഡേ? നിങ്ങളുടെ എല്ലാ ദിവസവും ഇതുപോലത്തെ വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജിലൂടെ നിങ്ങളുടെ ദിവസം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് കൈവക്കെ. ഇറ്റ്സ് വെരി സിമ്പിൾ. സാറിന്റെ ഞാൻ റെഗുലർലി ഫോളോ ചെയ്യുന്നതാണ്. സാറിന്റെ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. എവറി ഡേ യു പോസ്റ്റ് എവറി ഡേ.
എല്ലാ ദിവസവും ഇതേപോലത്തെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് സാറ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ് റിയലി മേക്ക് യു ഡേ. ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജിലൂടെ നമുക്ക് ലൈഫ് തുടങ്ങാൻ പറ്റും. സോ ഓൾ ഓഫ് യു ഇന്ന് തന്നെ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം. ഓക്കെ, ഇതേപോലത്തെ എന്നും ഇൻട്രസ്റ്റിംഗ് ഇൻസ്പയറിംഗ് മെസ്സേജസ് എവറിഡേ നമ്മുടെ ഫോണിലേക്ക് വരിക, നമുക്കത് കേൾക്കാൻ പറ്റും. വി വിൽ ബി ഏബിൾ ടു ബിൽഡ് എ കണക്ഷൻ വിത്ത് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ലൈക്ക് ദിസ്. Thank you, sir. Let me announce the winners of Youth Excellence Award here. And the first prize actually goes to, he is actually an alumni of Straight Path, Musavir Jayhoon. Musavir, you're welcome to the dais, dear boy. Ladies and gentlemen, please put your hands together for appreciating the effort taken by Musavir Jayhoon. Musavir Jayhoon is receiving the award from Govinath sir and also the group of directors and our honorable chairman in the presence. What a proud moment for an alumni of Straight Path, and on this dais he receives. And the next person to win this award is actually Fatima Meher. Second prize goes to Fatima Meher. Fatima, if you're around, yes, she is on the way. Thank you, Musavir Jayhoon, and thank you, sir. Yes, Fatima Mehak, and the third person to win this award is Dr. Shyama C.K. Dr. Shyama C.K. Fatima Mehak is on her way, and she is going to receive the memento from our Honorable Chief Guest, Govinath Mudgar sir, and also the presence of our Honorable Chairman and Directors of Straight Path Group of Institutions. Yes, congratulations, dear girl, and thank you, sir. Dr. Shyama, sorry, Shaima. I'm so sorry. Dr. Shaima. Yes, Dr. Shaima. Dr. Shaima C.K. That might have confused you, right? Yes. Madam, please. Yes, congratulations, Doctor. Yes, thank you, Doctor, and thank you, sir. So before we part, we have few more awards to distribute mementos for our directors, right? 3 or 4, and this will also be